നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു കഥയാണ്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം. ഈ ദുരൂഹ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് 1.5 വർഷത്തിന് ശേഷം. ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിലും 596 പവൻ സ്വർണം കാണാതായതിലും തുടക്കം മുതലേ നിരവധി സംശയങ്ങളും ദുരൂഹതകളും നിലനിന്നിരുന്നു. മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന ഷെബീനിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു ഈ സംശയങ്ങൾ അത്രയും. ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ട് എന്ന ആരോപണം തുടക്കം മുതൽ ശക്തമായിരുന്നു. ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ കൃത്യമായ തെളിവുകൾ സഹിതം ജിന്നുമ്മയെ പോലീസ് തൂക്കിയെടുത്തു. ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്നും 596 പവൻ സ്വർണം കൈക്കലാക്കിയതിനു ശേഷം പ്രതികൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഇപ്പോൾ പോലീസ് തെളിയിച്ചിരിക്കുന്നു. ജിന്നുമ്മ എന്ന മന്ത്രവാദിനി അടക്കം 4 പേരെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ഉബൈസാണ് മുഖ്യപ്രതി. ഉബൈസിന്റെ ഭാര്യയും ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ ഷമീന എന്ന 38-കാരി 2-ാം പ്രതി. ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നീഫ എന്ന 34-കാരി 3-ാം പ്രതി. വിദ്യാനഗർ സ്വദേശിനി ആയിഷ എന്ന 40-കാരി 4-ാം പ്രതി. ആഭിചാര പ്രക്രിയയുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയതിനു ശേഷം ഗഫൂർ ഹാജിയെ തലയിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിപ്പിക്കുന്നു. അതിനുശേഷം ഭിത്തിയിൽ തലയിടിപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. 2023 ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെ ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ ദിവസം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവിക മരണമെന്ന് വീട്ടുകാർ കരുതി മൃതദേഹം ഖബറടക്കി. എന്നാൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കളായ ചിലർ വീട്ടിലെത്തി. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തങ്ങളുടെ കയ്യിൽ നിന്ന് ചില സ്വർണ്ണാഭരണങ്ങൾ ഗഫൂർ ഹാജി മേടിച്ചു എന്ന് ഗഫൂർ ഹാജിയുടെ ഭാര്യയോട് അവർ പറഞ്ഞു. 12 പവനും 19 പവനും ഉൾപ്പെടെ നിരവധി സ്വർണ്ണാഭരണങ്ങൾ പലരിൽ നിന്നായി ഗഫൂർ ഹാജി കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങി എന്ന തിരിച്ചറിവ് വീട്ടുകാർക്ക്. ഒപ്പം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം എല്ലാം കൂടി കണക്കുകൂട്ടി നോക്കിയപ്പോൾ 596 പവൻ. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ഒരു വ്യവസായിയാണ് ഗഫൂർ ഹാജി. എന്തിനാണ് ഇത്രയും സ്വർണം വായ്പ വാങ്ങിയത്? ആകെ 596 പവൻ സ്വർണം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു വീട്ടുകാർ. ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു. ജില്ലാ പോലീസ് മേധാവി D. ശില്പയുടെ നിർദ്ദേശപ്രകാരം DCRB DYSP KJ ജോൺസൺ, ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തൂക്കിയെടുത്തത്. കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാര പ്രക്രിയ നടത്തുന്ന ജിന്നമ്മയുടെയും ഇവരുടെ ഭർത്താവായ യുവാവിനെയും സംശയമുണ്ട് എന്ന് ഗഫൂറിന്റെ മകൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് DYSP ജോൺസന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രഹസ്യമായ നിരീക്ഷണങ്ങൾ തുടർന്നു. ജിന്നുമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക വന്നെത്തി എന്നതായിരുന്നു പോലീസ് ആദ്യം കണ്ടെത്തിയ സംശയം. ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തെക്കുറിച്ച് ഈ അക്കൗണ്ട് ഉടമകളോട് ചോദിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. പലരും പരസ്പര വിരുദ്ധ മറുപടികളാണ് നൽകിയത്. തുടർന്ന് അക്കൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും ബാങ്കിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് സംഘം തങ്ങളെ മർദ്ദിച്ചു എന്നവർ കള്ളം പറഞ്ഞു. അതിന്റെ പേരിൽ വ്യാജ പരാതി നൽകി. ഇതോടെ പോലീസ് ഉറപ്പിച്ചു ഇതൊരു വലിയ അധോലോക സംഘമാണ്. വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആരോപണ വിധേയരായ സ്ത്രീകളെ വിശദമായി പിന്നീട് ചോദ്യം ചെയ്തു. പോലീസ് എല്ലാ ചോദ്യം ചെയ്യലും വീഡിയോയിൽ പകർത്തി. തൊഴിലില്ലാത്ത ഈ സ്ത്രീകൾ വാടക വീടുകളിൽ താമസിക്കുന്നു, ആഡംബര കാറുകളിൽ നടക്കുന്നു. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന സംശയം പോലീസിന് ശക്തമായി. വാഹനങ്ങളൊന്നും വായ്പയെടുത്തല്ല ഇവർ വാങ്ങിയിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തെക്കുറിച്ചും കൃത്യമായ മറുപടി അവർക്ക് പോലീസിന് മുന്നിൽ നൽകാൻ കഴിയുന്നില്ല. വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളടച്ച് വാഹന വായ്പ തീർത്തു. മന്ത്രവാദിനിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷനുകൾ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്ത് കണ്ടെത്തിയതും പോലീസിന് സംശയം ബലപ്പെട്ടു. തുടർന്നാണ് മരിച്ചയാളും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ജിന്നുമ്മയെ കേന്ദ്രീകരിച്ച് പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തി. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് സംഘത്തിന് ബോധ്യമായി. വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 14 ദിവസം ഈ യുവതി ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്ന് ഒപ്പം നിന്നവരാണ് ഇന്ന് യുവതിയുടെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളത് എന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജിന്നുമ്മയെക്കുറിച്ച് മറ്റു ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെ ജിന്നുമ്മയും സംഘവും ലക്ഷ്യം വയ്ക്കും. സമ്പന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും. കുടുംബ പശ്ചാത്തലം അടക്കമുള്ള വിവരങ്ങൾ.
ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇവരെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ. സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനി ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയത് എന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും. കാസർഗോഡ് ജില്ലയിൽ ഒട്ടേറെ സമ്പന്നരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടം ഘട്ടമായി സ്വർണവും പണവുമൊക്കെ ഇവർ കൈക്കലാക്കും. സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയ തകിടിന് 55,000 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചിടലുമൊക്കെ ഇതിൽ ഉൾപ്പെടും. അർദ്ധരാത്രിയിലാണ് ജിന്നുമ്മയുടെ മന്ത്രവാദം. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരി പാത്തൂട്ടിയാണ് തൻ്റെ ആത്മാവായി മാറുന്നത് എന്ന് ജിന്നുമ്മ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കും. ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ് രാത്രിയുടെ ഘട്ടത്തിലാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. തട്ടിപ്പിന് ഇരയാവുന്നവരൊക്കെ സമൂഹത്തിലെ നല്ല സമ്പന്നരും അറിയപ്പെടുന്നവരും. അതുകൊണ്ട് തന്നെ ആരും പരാതിയുമൊന്നുമായി പോലീസിൽ പോകില്ല എന്ന് തട്ടിപ്പ് സംഘത്തിന് വ്യക്തമായി അറിയാം. ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും സംരംഭങ്ങളുമൊക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു ഗഫൂർ ഹാജി. പുണ്യനാളിലെ 25-ാം നാളിലാണ് ഗഫൂർ ഹാജി മരിക്കുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ മൃതദേഹം കബറടക്കി. വിശദമായ അന്വേഷണത്തിനൊടുവിൽ സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തി എന്ന് പോലീസ് മനസ്സിലാക്കി. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു ഈ മന്ത്രവാദം. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു ഒടുവിൽ ഗഫൂറിനെ വധിച്ചത്. 596 പവൻ സ്വർണം കണ്ടപ്പോൾ ജിന്നുമ്മയ്ക്കും സംഘത്തിനും കണ്ണ് മഞ്ഞളിച്ചുപോയി. ആ സമയം ഗഫൂർ ഹാജിയുടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആഭിചാര പ്രക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ വധിച്ച് കടന്നു കളഞ്ഞു. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് പ്രതികൾ ഗഫൂർ ഹാജിയെ സമീപിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏപ്രിൽ 13 അർദ്ധരാത്രിയാണ് ഗഫൂർ ഹാജിയുടെ മരണം. അന്ന് വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെരീഫയും മകളും മരുമകളുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു. മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്കും പോയി. റംസാൻ മാസമായതുകൊണ്ട് നോമ്പ് തുറക്കി വരില്ല, പുലർച്ചെ വരാം എന്ന് ഭാര്യയോട് പറഞ്ഞു. എന്നാൽ പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഷെരീഫ് ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് ഗഫൂർ ഹാജിയുടെ സഹോദരപുത്രനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. പുലർച്ചെ 4:45 ബദറുദ്ദീൻ ഗഫൂറിൻ്റെ വീട്ടിലെത്തിയത്. വാതിലടച്ചിരുന്നു, എന്നാൽ പൂട്ടിയിരുന്നില്ല. കിടപ്പുമുറിയിൽ മലർന്നു കിടക്കുന്ന നിലയിൽ ഗഫൂർ ഹാജിയെ കണ്ടെത്തി. വിളിച്ചെങ്കിലും ഉണർന്നില്ല. സാധാരണ കിടക്കാറുള്ള കിടപ്പുമുറിയിലല്ല കിടന്നിരുന്നത് എന്നും മുഖത്ത് നീലനിറമുണ്ടായിരുന്നുവെന്നും ഭാര്യ പറയുന്നു. സ്വാഭാവിക മരണമെന്ന് കരുതിയാണ് കബറടക്കിയത്. 2023 ഏപ്രിൽ 27 കബറിടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പിതാവിൻ്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ജിന്നുമ്മയെ സംശയിക്കുന്നുവെന്ന് മകൻ കൂടി തറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് ആ വഴിക്ക് തന്നെ ശക്തമായ അന്വേഷണവുമായി നീങ്ങി. ജിന്നുമ്മയുടെ കള്ളി പൊളിച്ചതും യഥാർത്ഥ കൊലയാളികളെ നിയമത്തിന് മുന്നിലെത്തിച്ചതും ഡി ശില്പ ജോൺസൺ കോംബോ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാൽ ഏത് കേസും കേരള പോലീസിന് തെളിയിക്കാൻ കഴിയും എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം. അബ്ദുൾ ഗഫൂർ ഹാജി എന്ന സമ്പന്ന വ്യവസായി എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിനൊടുവിൽ പോലീസ് തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയ്ക്കും ഡിവൈഎസ്പി ജോൺസണും തന്നെ നമ്മൾ കയ്യടി നൽകണം. 11 അംഗ പോലീസ് സംഘമാണ് പ്രതികളെ കണ്ടെത്തിയത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കേസന്വേഷണം. ഡിവൈഎസ്പി ജോൺസന്റെ അന്വേഷണ മികവ് അടുത്തുനിന്നറിഞ്ഞ IPSകാരിയാണ് ശില്പ. കാസർകോട്ടേക്ക് നിയമന ഉത്തരവുമായി എത്തിയ ജോൺസനെ നിർണായക ചുമതലയിൽ തന്നെ ഡി ശില്പ തുടങ്ങി. ജോൺസൺ അന്വേഷണം തുടങ്ങി 1 മാസത്തിനുള്ളിൽ കേസ് തെളിഞ്ഞു. തിരുവനന്തപുരം റൂറലിൽ ജോലിക്കിടെ സസ്പെൻഷനിലായ ജോൺസൺ ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് തിരികെ സർവീസിൽ കാസർഗോഡ് പ്രവേശിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പോലീസിൽ ഒതുക്കി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതലയാണ് ജോൺസന് നൽകിയത്. എന്നാൽ തിരുവനന്തപുരം റൂറൽ SP ആയിരിക്കെ ജോൺസന്റെ അന്വേഷണ മികവ് ശില്പ നേരിട്ട് മനസ്സിലാക്കിയിരുന്നു. പാറശാലയിലെ ഷാരോൺ വധവും ഊരിട്ടമ്പലത്തെ ഇരട്ടക്കൊലയും ജോൺസൺ തെളിയിച്ചപ്പോഴും അന്വേഷണ മേൽനോട്ടം ശില്പയ്ക്ക് തന്നെയായിരുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടായ ശില്പ തന്റെ അധികാരം കൂടി ഉപയോഗിച്ചാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ DVSPയെ പ്രവാസിയുടെ മരണക്കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നത്. ഇതോടെ ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമല്ലാത്ത ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല കിട്ടുന്നു. ഈ അവസരം നന്നായി വിനിയോഗിച്ചു ഡിവൈഎസ്പി ജോൺസൺ. നിർണായക നീക്കങ്ങൾക്കൊടുവിലാണ് കൃത്യമായി ഈ കേസ് തെളിയിച്ചെടുക്കുന്നത്. കാസർഗോഡ് 2ാം തവണ തിരികെയെത്തിയ ഡി ശില്പ ഏറ്റവും പ്രമാദമായ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ക്രമസമാധാനത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാകില്ല, കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് 2ാം വട്ടം
കാസർഗോഡ് ചുമതലയേൽക്കുമ്പോൾ ഡി ശില്പ പറഞ്ഞത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അസാധാരണമായ അന്വേഷണ മികവ് ഗഫൂർ ഹാജിയുടെ ഈ കൊലപാതകം തെളിയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള പോലീസിന് ഒരു പ്രത്യേക കയ്യടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.